സംസ്ഥാനത്ത് എങ്ങനെയൊക്കെ വെട്ടിപ്പും തട്ടിപ്പും നടത്താം എന്നതിൽ മത്സരിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും. ബി ജെ പി ഒന്ന് അയഞ്ഞു വരുമ്പോൾ പുതിയ തട്ടിപ്പുമായി കോൺഗ്രസ് വരും. വയനാട്ടിലെ നിയമനക്കോഴ വിവാദത്തിൽ വീണ്ടും വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൂടുതൽ പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ബത്തേരി അർബൻ ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ 22 ലക്ഷം രൂപ വാങ്ങിയതായി വയനാട് SP പരാതി ലഭിച്ചിരിക്കുകയാണ്. താളൂർ സ്വദേശി പത്രോസ് ആണ് പരാതി നൽകിയിട്ടുള്ളത്. 2014 മുതൽ 5 തവണകളായി പണം നൽകിയിട്ടുണ്ട് എന്നും ജോലി നൽകിയതുമില്ല. മകൻ എൽദോസിന് വേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ടായിരുന്നത്. ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് പണം തിരികെ ആവശ്യപ്പെടുകയായിരുന്നു. 3 ലക്ഷം രൂപ തിരികെ നൽകിയെന്ന് പത്രോസും എൽദോസും പറയുന്നുണ്ട്. കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും DCC ട്രഷററായിരുന്ന NM വിജയനും ചേർന്നാണ് പണം വാങ്ങിയിരുന്നത്. വിജയൻ ഒപ്പുവെച്ച രേഖ ഉൾപ്പെടെ ചേർത്താണ് SP പരാതി നൽകിയിട്ടുള്ളത്. DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യക്ക് പിന്നാലെയാണ് വയനാട്ടിലെ നിയമനക്കോഴ വിവാദം കൊഴുക്കുന്നത് തന്നെ. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമനത്തിന് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വിജയൻ ഇടനിലക്കാരനായി ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്നായിരുന്നു ആരോപണം. കോൺഗ്രസിനെ വെട്ടിലാക്കി നിയമനക്കോഴ സംബന്ധിച്ച കരാർ രേഖ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വിജയൻ രണ്ടാം കക്ഷിയായ കരാർ ഒപ്പിട്ടിരിക്കുന്നത് അന്നത്തെ DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണന് വേണ്ടിയെന്നാണ് ആരോപണം. എന്നാൽ ഇത് IC ബാലകൃഷ്ണൻ നിഷേധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ചക്കരക്കല്ലിലെ കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോടികളുടെ തിരിമറി നടന്നതായി കണ്ടെത്തിയതോടെ നിക്ഷേപകർ ആശങ്കയിലായി എന്നുള്ള വാർത്ത വന്നത് ഈ കഴിഞ്ഞ ആഴ്ച തന്നെയാണ്. കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ തട്ടിപ്പ് വെളിയിൽ വന്നു. അതിന്റെ ചൂടാറും മുമ്പ് തന്നെ BJP RSS നടത്തിയ തട്ടിപ്പ് കൂടി വെളിയിൽ വന്നിരിക്കുകയാണ്. RSSും BJPയും നേതൃത്വം നൽകുന്ന വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൽ കോടികളുടെ തിരിമറി നടന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പണം തിരികെ ലഭിക്കുമോ എന്നുള്ള ആശങ്കയിൽ നിക്ഷേപകർ പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. നിക്ഷേപകരുടെ 54 കോടിയോളം രൂപ BJP RSS പ്രവർത്തകർ തട്ടിയെടുത്തു എന്നതാണ് പ്രാഥമിക നിഗമനം. RSSും BJPയും നേതൃത്വം നൽകുന്നതാണ് വഞ്ചിനാട് ഭവന നിർമ്മാണ സഹകരണ സംഘം. ബാങ്കിൽ വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ള പരാതി കൂടി വെളിയിൽ വന്നിരിക്കുകയാണ്. മുതലും പലിശയും ലഭിക്കാതെയായതോടെ നിക്ഷേപകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈഞ്ചക്കൽ, നെടുമങ്ങാട്, നേമം എന്നിവിടങ്ങളിൽ സംഘത്തിന് ബ്രാഞ്ചുകളുണ്ട്. 7 മാസം മുമ്പ് ഈഞ്ചക്കലിലെ പ്രധാന ഓഫീസിൽ നിക്ഷേപകർ സംഘടിച്ചെത്തി പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. BJPയുടെ സഹകാർ ഭാരതി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പിടിയിലായ വിജയകുമാർ. ഒരു BJP കൗൺസിലറുടെ നേതൃത്വത്തിൽ സംഘത്തിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപ പലരുടെയും പേരിലായി വായ്പ എടുത്തുവെന്നും തിരിച്ചടച്ചിട്ടില്ല എന്നും നിക്ഷേപകർ തന്നെ പറയുന്നുണ്ട്. അപേക്ഷകരുടെ രേഖകൾ ഉപയോഗിച്ച് ഭരണസമിതി അംഗങ്ങൾ തന്നെ വായ്പ തരപ്പെടുത്തിയതായി പരാതിയുണ്ട്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള പല സ്ഥാപനങ്ങളിലും തട്ടിപ്പ് നടന്നതായുള്ള വാർത്തകൾ അടിക്കടി നമ്മൾ കേൾക്കാറുള്ള കാര്യം തന്നെയാണ്. മുളന്തുരുത്തി സഹകരണ ബാങ്കിൽ കോൺഗ്രസ് നേതാക്കൾ കോടികളുടെ വായ്പ തട്ടിപ്പ് നടത്തിയ സംഭവം ഈ അടുത്ത് തന്നെ പുറത്തു വന്ന വാർത്ത തന്നെയാണ്. 97 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് അങ്കമാലി അർബൻ സഹകരണ സംഘത്തിലെ UDF ഭരണസമിതിയെ പിരിച്ചുവിട്ടിട്ടും ഉണ്ടായിരുന്നു.